Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ താലൂക്ക് സമിതി യോഗത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം. ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ താലൂക്ക് സമിതിയിൽ നിരന്തരം വരാത്തതാണ് വിമർശനത്തിന് വഴിവെച്ചത്. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത മരണങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്ത താലൂക്കുകളിലൊന്നാണ് നിലമ്പൂർ. അതിനാൽ തന്നെ താലൂക്ക് സമിതി യോഗത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രാതിനിധ്യം പ്രതീക്ഷിച്ചിരുന്നു. വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന സാനിറ്റേഷൻ സമിതികൾ നിലവിൽ അനുവദിച്ച പണം പോലും കൈപ്പറ്റുന്നില്ലെന്നും കഴിഞ്ഞ വർഷം അനുവദിച്ച പണം ഇപ്പോഴാണ് ചിലവഴിക്കുന്നതെന്നും പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ അറിയിച്ചു. മഞ്ഞപ്പിത്തത്തിന് പുറമെ ഡെങ്കിപ്പനി ഉൾപ്പെടെ വ്യാപകമാക്കുന്നതിന്റെ ആശങ്കയും യോഗം രേഖപ്പെടുത്തി. താലൂക്ക് സമിതിയിൽ ജനതാദൾ ദേശീയ സമിതി അംഗവും നിലമ്പൂർ നഗരസഭാ കൗൺസിലറുമായ എരഞ്ഞിക്കൽ ഇസ്മായിൽ ആവശ്യപ്പെട്ട പ്രകാരം ചന്തക്കുന്ന് ബംഗ്ലാവ് കുന്നിൽ CCTVകൾ സ്ഥാപിച്ചതായി വനം വകുപ്പ് അറിയിച്ചു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലീസ്, എക്സൈസ്, വനം സംയുക്ത പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും നടന്നില്ല. പോലീസ്, വനം വകുപ്പുകൾ പ്രത്യേക പരിശോധന നടത്തിയതായി അറിയിച്ചു. എക്സൈസ് പ്രതിനിധികൾ യോഗത്തിലെത്തിയില്ല. മുപ്പിനിയിലെ 10 കുടുംബങ്ങളുടെ വഴിപ്രശ്നം പരിഹരിക്കാൻ 20-11 മണിക്ക് താലൂക്ക് സഭാ അംഗങ്ങൾ തർക്കസ്ഥലം സന്ദർശിക്കാൻ യോഗത്തിൽ തീരുമാനമായതായി യോഗ അധ്യക്ഷയും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ P. പുഷ്പവല്ലി പറഞ്ഞു. ശുചിത്വം ഉറപ്പുവരുത്താൻ സാനിറ്റേഷൻ സമിതികൾ ചേരാൻ തീരുമാനിച്ചു. KNG റോഡിൽ നിലമ്പൂർ താലൂക്ക് ബ്ലോക്ക് ഓഫീസുകൾക്ക് മുന്നിലുള്ള ഓവുചാലുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളവും ചെളിയും നീക്കം ചെയ്യാമെന്ന് പൊതുമരാമത്ത് AE യോഗത്തിൽ ഉറപ്പു നൽകി. ബിൽഡിംഗ് നിർമ്മാണത്തിലെ അപാകത മൂലം റോഡിനേക്കാൾ ഉയരത്തിൽ കെട്ടിടങ്ങളുടെ അടിഭാഗം നിൽക്കുന്നത് ഓവുചാലുകളിൽ വെള്ളം കെട്ടിനിൽക്കാനും റോഡിലേക്ക് ഒഴുകാനും കാരണമാകുന്നതായും AE മുഹസിൻ പറഞ്ഞു. നിലമ്പൂർ റെയിൽവേ ഗേറ്റ് അടച്ചതിനാൽ ബദൽ മാർഗമായി ഉപയോഗിക്കുന്ന പയ്യമ്പള്ളി, രാമകുത്ത് റെയിൽവേ അടിപ്പാത റോഡുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഇസ്മായിൽ എരഞ്ഞിക്കൽ, രാജമോഹൻ എന്നിവർ ആവശ്യപ്പെട്ടതായും ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു. ആദിവാസി കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പാലമില്ലാത്ത സ്ഥലങ്ങളിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകുമെന്നും ഇതിന് അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചതായും ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു. യോഗത്തിൽ നിലമ്പൂർ വിഭാഗം തഹസിൽദാർ ജയശ്രീ, ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KV തോമസ്, പറാട്ടി കുഞ്ഞാൻ, രാജമോഹൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.